അങ്ങനെ എല്ലാവർക്കും 60 ഡേയ്സിന്റെ ടൈം ടേബിൾ വേണോന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ 60 ഡേയ്സിന്റെ ടൈം ടേബിളിനെ കുറിച്ചാണ്. അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആ എന്റെ ടൈം ടേബിൾ അല്ലെങ്കിൽ ഞാൻ തരുന്ന ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യാന്ന് വിചാരിച്ച നമ്മൾ ഈ ഒരു വീഡിയോയിൽ 60 ഡേയ്സ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യാം, എങ്ങനെ റിവിഷൻ ചെയ്യാൻ എന്നെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് പ്രിയങ്ക. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ 60 ദിവസം കൊണ്ട് HSAയുടെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടൈം ടേബിളില് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ HSA ജനറൽ പേപ്പറിന്റെ ഭാഗവും അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റും കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പം HSA പല സബ്ജക്റ്റുകളും സോഷ്യൽ സയൻസ് ഒഴികെ ബാക്കി ഒരുപാട് സബ്ജക്റ്റുകളുടെ ഡേറ്റ് വന്ന സ്ഥിതിക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകാരുടെയും ടോപ്പിക് വെച്ചിട്ട് നമുക്ക് സബ്ജക്റ്റിന്റെ ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഞാൻ നോക്കിയ സമയത്ത് ഏകദേശം എല്ലാവർക്കും 6 മുതൽ 8 വരെയാണ്, അല്ലെങ്കിൽ മിനിമം 7 മുതൽ 8 വരെ മൊഡ്യൂൾസ് ആണ് അവരവരുടെ സബ്ജക്റ്റുകളിൽ വരുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് HSA ജനറൽ പേപ്പറിന്റെ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയും അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്യുകയും കോർ സബ്ജക്റ്റിന്റെ ആ ഒരു ഭാഗത്ത് ഞാൻ മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 എന്ന് മാത്രം മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ മൊഡ്യൂളുകൾ അതിനനുസരിച്ച് പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിന്റെ ഒരു PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്ത് തരാം. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേരെങ്കിലും ടെലിഗ്രാം ചാനലിൽ ലിങ്ക് എന്തോ വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചെക്ക് ചെയ്തു, എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ഞാൻ വീഡിയോയിൽ പിൻ ചെയ്തിടാം. അപ്പൊ അവിടെ ആ ടെലിഗ്രാം ചാനൽ, ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ ഇതിന്റെ PDF നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ നോക്കിക്കേ, ഇതാണ് ഞാൻ പറഞ്ഞത്. എന്റെ അല്ലെങ്കിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത ആ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് എവരി 11th അല്ലെങ്കിൽ ഒരു 10, 11, 21, 31, 41 അങ്ങനെ ഉള്ള ദിവസങ്ങളിൽ റിവിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കണ്ടോ, എന്താണ് ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി ആൻഡ് സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് എന്നുള്ളതാണ് ഫസ്റ്റ് ഡേയിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഫസ്റ്റ് ഡേയിൽ അതിന്റെ കൂടെ ഈ ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റിയും സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ചെറിയ ഒരു ടോപ്പിക് ആണോ എന്ന് ചോദിച്ചാൽ ചെറിയ ടോപ്പിക് അല്ല, പക്ഷെ വലിയ ടോപ്പിക് ആണോ എന്ന് വെച്ചാൽ വലിയ ടോപ്പിക്കും അല്ല, ആ ഒരു രീതിയിൽ കിടക്കുന്ന ടോപ്പിക് ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് PDF ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ദിവസം ഒരു മാക്സിമം ഒരു 1 അവർക്ക് ഇന്ന് സ്പെൻഡ് ചെയ്താൽ ഈ ഭാഗം പഠിച്ചു തരാൻ പറ്റും. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ 1 എടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം 4 ദിവസമാണ് മൊഡ്യൂൾ 1 കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് എല്ലാവർക്കും അറിയാം ഈ ഒരു ടൈം ടേബിൾ, ഈ ഒരു സിലബസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ്. ഒരു എന്താ പറയാ ഹൈസ്കൂൾ നിലവാരത്തിലുള്ള ഭാഗങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ +1, +2 നിലവാരമാണെങ്കിൽ അടുത്തത് +1, +2 തന്നെ ഇത്തിരി കൂടി ബുദ്ധിമുട്ട് ഏറിയ ഭാഗമായിരിക്കും മൊഡ്യൂൾ 2 വരുന്നുണ്ടാവാം. മാത്സ് ആണ് എന്റെ സബ്ജക്ട് എന്ന് നിങ്ങൾക്ക് അറിയാം. മാത്സിലൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 3 ആകുമ്പോൾ കുറച്ചുകൂടി, അതായത് +2 വരും, അതിന്റെ കൂട്ടത്തില് ഡിഗ്രിയുടെ ടൈം ടേബിളും അല്ലെങ്കിൽ ഡിഗ്രിയുടെ പോർഷൻസും കയറി വരും. അങ്ങനെ കഴിയുമ്പോൾ ഇപ്പൊ മാത്സ് ആണെങ്കിൽ ആദ്യത്തെ 5 മൊഡ്യൂള് മാത്സ് ആണെങ്കിൽ 6, 7, 8 മൊഡ്യൂളുകൾ എന്തായിരിക്കും നമ്മുടെ സബ്സിഡിയറി ആയിട്ട് പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് നാച്ചുറൽ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫിസിക്സും ഉണ്ടാവും, ബോട്ടണി ഉണ്ടാവും, സുവോളജി ഉണ്ടാവും. ഫിസിക്കൽ സയൻസ് ആർക്കും അതുപോലെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ മാറ്റി ഉപയോഗിക്കാം കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഫിസിക്സ് പഠിച്ച ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. ആ കുട്ടിക്ക് പെട്ടെന്ന് പഠിച്ചു പോവാൻ സാധിക്കുന്നതാണ് ഫിസിക്സ് ഭാഗം ഉണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മൊഡ്യൂൾ 1 പകരം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള മൊഡ്യൂൾ എടുത്ത് വിടണം. എന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അവസാന നിമിഷം പുതിയൊരു ഭാഗം പഠിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഇനി പഠിച്ചാൽ എനിക്ക് പറ്റും എന്നൊക്കെ തോന്നുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ, ഇതുവരെ പഠിച്ചു തുടങ്ങാത്തതാണെങ്കിൽ തീർച്ചയായും ഈ ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്യാം.
ആദ്യത്തെ 4 ദിവസം കൊണ്ട് ഞാൻ മൊഡ്യൂൾ 1 കഴിയും എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചാണ്. അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ആയിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ. ഇനി മൊഡ്യൂൾ 2നും ഞാൻ ഏകദേശം 4 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ 3ക്ക് അങ്ങനെയല്ല. മൊഡ്യൂൾ 3ക്ക് കുറച്ചുകൂടി ദിവസങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാൽ ഇപ്പൊ 22nd തൊട്ട് നോക്കുവാണെങ്കിൽ കണ്ടോ, 22nd ആവുമ്പോൾ 30th ഡേ ഒക്കെ ആവുമ്പോഴേക്കും ആദ്യത്തെ ഒരു മാസം ആവുമ്പോഴേക്കും മൊഡ്യൂൾ 6 വരെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഓക്കെ. ഇതിന്റെ കൂട്ടത്തിൽ നമ്മളിവിടെ ജനറൽ പേപ്പറിനെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോഴോ മറ്റെന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ചാനലിൽ, അതായത് ടെലിഗ്രാം ചാനലിൽ തന്നെ ഇതിന്റെ സിലബസ് അവൈലബിൾ ആണ്. നമ്മുടെ ജനറൽ പേപ്പറിന്റെ ഡീറ്റെയിൽ സിലബസ് അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ച് നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ കേരള PSC വെബ്സൈറ്റിൽ നിങ്ങളുടേതായ, അതായത് പുതിയ സിലബസ് മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിലും വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ അത് അവൈലബിൾ ആണ്. എക്സാം കലണ്ടറിന്റെ ഏറ്റവും എൻഡിൽ, റൈറ്റ് എൻഡിൽ സിലബസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽ സിലബസും അവൈലബിൾ ആണ്. അപ്പൊ ഇത് രണ്ടും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടോ, ഈ ഒരു ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ഏകദേശം 45 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ സബ്ജക്ട് കംപ്ലീറ്റ് പഠിച്ചു തീരും. ഓക്കെ. 45 ദിവസം കഴിയുമ്പോൾ സബ്ജക്ട് പഠിച്ചു തീരും. അതിനിടയിൽ ഓരോ 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 11, 21 അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ റിവിഷനും വരുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞാൽ പക്ഷെ 50 ദിവസം എടുത്തിട്ടാണ് നമ്മൾ ജനറൽ പേപ്പർ കഴിയുന്നത്. 50 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തീരും. ഓക്കെ. എന്താണ്, 50 ദിവസം കൊണ്ട് നിങ്ങളുടെ പോർഷൻസ് പഠിച്ചു തീർക്കാൻ പറ്റും. 51ാമത്തെ ദിവസം ഒരു റിവിഷൻ കൊടുത്തിട്ടുണ്ട്. അത് അതിനു മുൻപുള്ള 10 ദിവസത്തെ കാര്യങ്ങളായിരിക്കും പഠിക്കുന്നുണ്ടാവുക. 52ന് ഞാൻ മെഗാ റിവിഷൻ കൊടുത്തു. എന്താ മെഗാ റിവിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ പഠിക്കുക. ഓൾറെഡി പഠിച്ചതാണ്, വീണ്ടും പഠിക്കുക. മെഗാ റിവിഷൻ 2ല് ലിറ്ററേച്ചർ പഠിക്കുന്നു. ഫൈനൽ റിവിഷനിലെ പെഡഗോജി, ഇവാലുവേഷൻ, കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കുന്നു. ഞാൻ കറണ്ട് അഫയേഴ്സിന് ഓരോ ഡേ ആയിട്ട് കൊടുത്തിട്ടില്ല. കാരണം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം വരാവുന്ന മാർക്ക് 3 മാർക്കാണ്. പക്ഷെ ആ 3 മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പഠിക്കണം. അതുകൊണ്ട് പഠിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കറണ്ട് അഫയേഴ്സിന് നിങ്ങൾക്ക് വേണമെങ്കിൽ PYQs നോക്കിയിട്ട് ഏത് ടൈപ്പ് കറണ്ട് അഫയേഴ്സ് ആ വരുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്താലും മതിയാവും. അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക്കേഷന്റെ കറണ്ട് അഫയർ ബുക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയാലും മതിയാവും. ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഇനി വീണ്ടും കുറേ സമയം അങ്ങോട്ട് സ്പെൻഡ് ചെയ്യാൻ നിൽക്കണം. നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാട്ടോ. ഇനി അത് കഴിഞ്ഞാൽ 55, 56, 57 ദിവസങ്ങളിൽ 3 മോഡൽ എക്സാമുകൾ. 3 മോഡൽ എക്സാമുകൾ എന്ന് പറയുമ്പം നിങ്ങൾ എവിടെയെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആവാം. അല്ല എന്നുണ്ടെങ്കിൽ PYQ എടുത്ത് ഏതെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ. അത് കഴിഞ്ഞാൽ 58ാമത്തെ ദിവസം എന്താ ഞാൻ പെൻഡിങ് പോർഷൻസ് എന്ന് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാലോ, ഞാൻ ഇനിയിപ്പോ എന്തൊക്കെ നിങ്ങൾക്ക് എത്ര ടൈം ടേബിൾ തന്നാലും നിങ്ങൾ ഇടുന്ന ടൈം ടേബിൾ ആണെങ്കിൽ നമ്മൾ കുറെ ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ എഴുതുന്ന 3 മോഡൽ എക്സാമുകളിലും അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാവും. സോ നിങ്ങൾ ഈ 3 മോഡൽ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗം നിങ്ങൾ തീരെ പഠിക്കാതിരുന്ന പക്ഷെ അത് കൂടുതൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പഠിക്കണമെന്ന് വിചാരിച്ച് പഠിക്കാതിരുന്ന ഭാഗം ഉണ്ടെങ്കിൽ 58ാമത്തെ ദിവസം നോക്കുക. 59ാമത്തെ ദിവസം റിവ്യൂ ഓഫ് മോഡൽ എക്സാംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഞാൻ 60 ഡേയിലും കൊടുത്തിരിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഈ 3 മോഡൽ എക്സാമിലും നിങ്ങളുടെ മാർക്ക് വെച്ച് മാർക്കിനെ ഒന്ന് അനാലിസ് ചെയ്തിട്ട് എവിടെയാണ് മിസ്റ്റേക്സ് വരുത്തിയെന്നൊക്കെ നോക്കാം. എന്നിട്ട് 60ാമത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി വേണമെങ്കിൽ സെയിം എക്സാം എഴുതുക, അല്ലെങ്കിൽ ഇതിനു മുൻപ് ചെയ്ത റിവിഷൻ എക്സാംസ് ഒക്കെ ഒന്നുകൂടി അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചോദിച്ചു, മിസ് ജനറൽ പേപ്പറിന്റെ കോഴ്സ് ചെയ്യുന്നുണ്ടോ എന്ന്. എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ വന്നിരുന്നു. ഞാൻ ഒന്നുകൂടി പറയണം, നമ്മൾ HSA ജനറൽ പേപ്പർ മാത്രമേ ഇപ്പൊ ഉള്ളൂ. ജനറൽ പേപ്പറിന് ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതില് PDF-ഉം ലൈവ് ക്ലാസ്സുകളൊക്കെയാണ് നടക്കുന്നത്. വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്റ്റുഡൻസും ഹാപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കൂ. അതായത് ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങളൊരു കോച്ചിങ്ങിന് പോയതുകൊണ്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് കയറുന്നോ പോയില്ലെങ്കിൽ കയറില്ല എന്നൊന്നുമില്ല. നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ റിലാക്സ് ചെയ്ത് പഠിക്കൂ. നമ്മുടെ മുന്നിൽ ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. പക്ഷെ കിട്ടിയ സമയം നല്ല രീതിയിൽ വിനിയോഗിക്കുക. വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ. അപ്പം ഇതിന്റെ PDF ഞാൻ ഷുവർ ആയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഞാനൊരു സാമ്പിൾ തന്നതാണ്. ഇത് വേണമെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്തോളൂ.
അല്ലെങ്കിൽ നിങ്ങളുടേതായ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ പറ്റുവാണെങ്കിൽ ഫോളോ ചെയ്യൂ. അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ അത് വരുത്തി നിങ്ങളുടേതായ രീതിയിൽ ഇത് കൊണ്ടുപോവാം. എന്തായാലും നമുക്കൊരു 50 ദിവസം ആവുമ്പോഴേക്കെങ്കിലും കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി 10 ദിവസം റിവിഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ കുറച്ചുകൂടി റിലാക്സ് ചെയ്ത് എഴുതാൻ പോവാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, ബൈ.